അറ്റൻഷൻ അസംബ്ലി ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അപ്പം എന്താ മൃദുലേ, നമ്മളെ വണ്ടി നിങ്ങൾ തമിഴിനി കണ്ടതുപോലെ തന്നെ നമ്മളെ വണ്ടി നമ്മളെ ഇർട്ടിക്ക ഇല്ലേ മൃദുലേ, നമ്മള് അച്ഛനെ തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വന്നത് അതേപോലെ തിരിച്ചു അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എന്താ പറയണേ, കുറെ നാളും കൊണ്ട് നമ്മൾ വിചാരിക്കണം വേറെ ഒന്നുമല്ല. അച്ഛൻ്റെ കുറെ നാളായിട്ട് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എത്ര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ അച്ഛനായിട്ടാണ് 6 വർഷം. അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ മൃദുല ആ കോളേജിലൊക്കെ വന്നുകൊണ്ടിരുന്നത്, കോളേജിൽ വിളിച്ചോണ്ട് പോകാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ അത്ര സ്നേഹിച്ച ഒരു വണ്ടിയായിരുന്നു ആയിട്ടുണ്ടെന്ന് പറയണത്. അപ്പം അച്ഛനെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് അത് കൊടുത്തു. അപ്പം അന്നുപോലെ വീട്ടിലൊരു വണ്ടി വളരെ അത്യാവശ്യമാണ്. വീട്ടിലിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ല അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു വരുന്നത്. രണ്ടുപേരും കൂടി സ്കൂട്ടിയിലൊക്കെ വരുന്നു അല്ലേ. കല്യാണ സമയത്ത് എനിക്ക് ഇരട്ടിക്ക് വന്നപ്പോ അതിനകത്ത് വന്ന് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു, പ്രവീൺ ഡൗറി വാങ്ങിയേ, പ്രവീൺ ജീവിതം വാങ്ങിച്ച് അങ്ങനെ കോളെ മാടേന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അച്ഛൻ ഞാൻ ചോദിച്ചിരുന്നു അച്ഛൻ കാറ് അല്ല ഞാൻ അച്ഛനെ കൊണ്ട് ഓട്ടിക്കാൻ വേണ്ടിയല്ലേ ഓട്ടോമാറ്റിക് വാങ്ങിച്ചു. അല്ല സീരിയസ്ലി അങ്ങനെ കുറെ അത് നമ്മളൊരു ഈ ഒരു മീഡിയയിൽ അല്ലെങ്കിൽ ഇതൊരു മീഡിയ നിൽക്കുന്ന സമയത്ത് നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവേണ്ടത് സീരിയസ്ലി. അപ്പം നമ്മൾ അപ്പം ആ ഒരു കമന്റ്സ് വന്നപ്പോൾ ഉറപ്പായിട്ടും കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. ഞാനവള് സ്നേഹിച്ച് കെട്ടി കല്യാണം കഴിച്ചു. ഇപ്പം ആർക്കും അത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ മാത്രം നമ്മളെ കുടുംബത്തിലോട്ട് കൊണ്ടുവരിക, അത് മാത്രമായിരിക്കണം നമ്മളെ ഫോക്കസ്. അല്ലാതെ അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല, അത് ചോദിക്കാനും പാടില്ല. അത് തെറ്റാണ്, ലീഗലിയും തെറ്റാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം അല്ലേ പറഞ്ഞപ്പോ മൊത്തം ഏട്ടന്റെ മുഖത്തൊക്കെ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോ മൃദുലയ്ക്ക് കൊടുത്ത അവൾ അച്ഛൻ്റെ ഒരു സമ്മാനമായിരുന്നു ഈ കാറെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഇരട്ടിക്കുള്ള 01. അപ്പൊ അല്ലേ ചിരിക്കാണ്. മോക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ വേണ്ടിയാ. പിന്നെ വേറെ കാര്യമുണ്ട്, മോള് ഓടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക് എടുത്ത് കൊടുത്തത്. പക്ഷെ ഞാൻ അതിനകത്ത് വേറെ കാര്യമില്ല. അവര് ഓട്ടോമാറ്റിക് എടുത്ത് വണ്ടി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇതോ നിൽക്കുന്നുണ്ടോ, ഞങ്ങൾ ഒരുമിച്ച് വണ്ടി പഠിക്കും. എന്റെ അടുത്ത് അച്ഛനൊന്നും പറഞ്ഞോട് അവളെ പഠിപ്പിക്കാൻ, വണ്ടി പഠിപ്പിക്കണം, അവർക്ക് വേണ്ടിട്ടാ ഓട്ടോമാറ്റിക് ആണ് എടുത്തത്. പക്ഷെ എന്തോ ചെയ്യാനാ, ഓട്ടോമാറ്റിക് ആയി പോയി. ഒരു മാസം കഴിഞ്ഞപ്പോ ഗൾഫിലൊന്നും വിടുന്നില്ല നമ്മള്. അപ്പൊ അച്ഛൻ വണ്ടി അല്ല അച്ഛന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നേ അച്ഛന് ഇത് നമുക്ക് വേണമെങ്കിൽ അച്ഛന് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ടാക്സി എടുക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ടാക്സി ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ അച്ഛൻ്റെ ഐഡിയാസ്, അച്ഛൻ അതൊക്കെ ഫ്യൂച്ചറിൽ എന്തെന്ന് ചെയ്തോളാം. അപ്പം ഭയങ്കര കാര്യം ഭയങ്കര കൂട്ടാ. അയ്യോ ആദ്യം ഇപ്പൊ എന്റെ അടുത്തും മൃദുലയുടെ അടുത്തും വിട്ടാവ എങ്ങോട്ടും അങ്ങനെ അധികം നേരം ഇരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അമ്മയായിട്ട് ഭയങ്കര കമ്പനി, അമ്മയായിട്ട് കമ്പനിയെ വരുമ്പോഴത്തേക്ക് അമ്മ സമയം എടുക്കും. ഇപ്പൊ ഭയങ്കര കമ്പനിയെ ഇപ്പൊ അമ്മയുടെ അടുത്ത് അങ്ങനെ ഇരുന്നോളും കേട്ടോ. അച്ഛൻ അന്ന് എനിക്ക് തന്ന ഡേറ്റ് 25/1/2024 കല്യാണ ദിവസം നമ്മുടെ അടുത്ത് ഈ വണ്ടി വന്നത്. അച്ഛൻ എന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി. അമ്മയ്ക്കൊന്നും പറയാനില്ലേ, സന്തോഷം മാത്രം. അത് മാത്രമല്ല, നമ്മള് വണ്ടിയിൽ പോകുമ്പോൾ അമ്മ പറയും കൂടെ അയ്യോ നമ്മളെ വെള്ള കാറാണ് നമുക്ക് ഇരിക്കുന്നത്, നമ്മുടെ കാറ് പോലെ ഇരിക്കും, നമ്മുടെ കാറ് പോലെ കൊടുത്തു. പക്ഷെ എന്നാലും ഇല്ല സീരിയസ് ആയിട്ട് നമ്മളെ മുറ്റത്തൊരു വണ്ടി ഉണ്ടായിട്ട് ആ വണ്ടി വേറൊരാൾ കൊണ്ടുപോകുമ്പോ ഒരു പെയിൻ അല്ലേ, എത്ര വിഷമമില്ലേ ഇല്ലേ. അത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം 6 കൊല്ലം അച്ഛൻ ഉപയോഗിച്ച കാർ വേറൊരാൾ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് അച്ഛൻ്റെ കണ്ടി തന്നെ ഇല്ലേ. അപ്പം ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി ഇനി അങ്ങോട്ടുള്ള മുൻ യാത്ര നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ അയ്യോ അത്രയും അയ്യോ ഇത് ഞാൻ വാങ്ങിച്ചെന്ന കാറല്ല, നിങ്ങൾ എനിക്ക് തന്നത് ഞാൻ തിരിച്ചു തരുക. അപ്പൊ അത്ര സന്തോഷം വേണ്ട. അവർക്ക് സങ്കടം. ഡ്രൈവിംഗ് അങ്ങോട്ട് നോക്ക്. ഈ വണ്ടി ഞാൻ എവിടെ പ്രഗ്നന്റ് ടൈമില് വെറും 3000-4000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു. അപ്പം സെക്കൻഡ് സർവീസിന് സമയമായിട്ട് പോലും സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ വണ്ടി ഓടാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. കാരണം എല്ലാത്തിനും ബലീന തന്നെയായിരുന്നു ഓടണം. അപ്പൊ പ്രഗ്നന്റ് ടൈമില്
നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്. കാരണം നമ്മളെ ഉറക്കവും നമ്മളെ വീടും എല്ലാം ഈ വണ്ടിയായിരുന്നു. കാരണം ഈ വണ്ടിക്കകത്തായിരുന്നു സാധനം ഇല്ലേ അമ്മ, സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ബാക്ക് സീറ്റ് അങ്ങ് മടക്കിയിട്ട് ഫുള്ള് ഒരു വീട് പോലെ നമ്മൾ കൊണ്ടുനടന്ന വണ്ടി. വീട് പോലെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും നമ്മളെ പോലെ ഒരു അംഗമായിരുന്നു, ജീവനുള്ള ഒരു അംഗമായിരുന്നു. അതിൽ എന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കയറ്റിയ വണ്ടി, അത് ഞാൻ മറക്കും. ഇതിലേടെ ആ ഒരു ഡെലിവറി സമയത്തും ഈ വണ്ടി ഓടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടി 13,000 കിലോമീറ്റർ ആയി. ആ 3000 നിന്ന് അത്രയും കിലോമീറ്റർ ട്രിവാൻഡ്രം ടു തെമ്മല ട്രിവാൻഡ്രം കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ഡെയിലി ഓട്ടോ വരുന്നത്. അപ്പം അത്രയും ആ ഷോർട്ട് പീരീഡ് കൊണ്ടാണ് വണ്ടി അത്രയും ഓടിയത്. അപ്പം പിന്നെ ഞാൻ ഇതിനകത്ത് 360 ക്യാമറ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വന്നു കേട്ടാ. പക്ഷെ അവിടെ ക്രിക്കറ്റ് കളി നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഈവനിങ്ങിന് ഇറങ്ങിയതാ. നമ്മുടെ ഡ്രസ് എങ്ങനെ അടിപൊളി. നമ്മള് വണ്ടിയുടെ ഒരു ചെറിയൊരു റിവ്യൂ, നമ്മൾ ഈ ഒരു 1 ഇയർ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്കുണ്ടായ ചെറിയൊരു റിവ്യൂ ഇതേ മുതലേ. ആകെ മൈനസ് എന്ന് പറയാൻ എന്തുകൊണ്ട്, മൈലേജ് കുറവ്, അത്രേ ഉള്ളൂ. വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും എർട്ടിക്ക എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു മിനി എന്താ പറയുക ഇന്നോവ എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ഫാമിലി ബഡ്ജറ്റ്, നമുക്ക് ഇന്നോവ എടുക്കാൻ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു ചെറിയ ഇന്നോവ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എർട്ടിക്ക. 2000 കിലോമീറ്റർ എനിക്ക് കിട്ടുന്നത് 12, സിറ്റിയിലൊക്കെ 11, 12, ലോങ് പോകുമ്പോൾ എനിക്ക് 16 വരെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു ടൈമിൽ എനിക്ക് 16 കിട്ടിയിട്ടുള്ളൂ. കുഞ്ഞുമായിട്ട് സത്യം പറഞ്ഞാൽ അത്രയും ട്രിപ്പ് പോയെങ്കിലും ഒരു നടുവേദനയോ കാര്യങ്ങളോ അതിനോടൊരു ക്ഷീണം ഒന്നും ഉണ്ടായില്ല. നമുക്ക് അത് ഇരുന്നല്ലേ ഉറങ്ങിയത്, എത്ര ദിവസം നമ്മൾ ഉറങ്ങി അതിരുന്ന്. അതെ അതെ, എന്താ പറയാ, സംതിങ് ബിഗ് അല്ല സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഗൈസ്. അപ്പം ഒരാളും കൂടി വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ്. കാര്യം പറയുന്നത് ഭയങ്കര കാര്യം പറച്ചിലാണോ നമ്മള് വീഡിയോ എല്ലാം കണ്ടാലേ എത്തി വരെയും നോക്കും. അതുകൊണ്ടാണ് നമ്മള് കുഞ്ഞിന്റെ അടുത്തിരുന്ന് ഇനി വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഫോൺ കൊടുത്ത് കാണിച്ച് ശീലിപ്പിക്കില്ല, നമ്മൾ ഫോൺ കൊടുക്കൂല. മേലത്തെ ഇതൊരു വയറിംഗ് ഒക്കെ ആരാ ചെയ്തേന്ന്, ആരുടെ വയറിംഗ് അല്ലോ അത് നല്ല ചുമന്ന കളറില് വിഷമിപ്പിക്കല്ലേ അവനാ ഒരു വിധത്തിൽ ഇരിക്കുക. കോൺഫിഡന്റ് എനിക്കറിയാലോ. നീ അതിൽ വന്നോ? ഇല്ലില്ല, ഞങ്ങൾ അച്ഛൻ്റെ കൂടെ സ്റ്റെപ്പ് കേടുവാ, അമ്മയുണ്ട്, വിയറ്റ്നാം പ്ലാവ്, ബൊഗൈൻവില്ല എല്ലാം ഉണ്ട്. കരയല്ലേടാ, ഉറങ്ങാനാട്ടാ കൊറേ നേരം ആയി ഉണർന്നിരിക്കുന്നത്. നമ്മള് മൊത്തം പൂന്തോട്ടം കൈസ് ആർക്കെങ്കിലും വേണേ വന്നാൽ മതി കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ആണ്. ഞാൻ ഈ വെള്ള റോസയുടെ വില ചോദിച്ചു, 250 രൂപ, 300 രൂപയെന്ന് ഈ വെള്ള റോസയ്ക്ക് ഒരെണ്ണത്തിന് 300 രൂപ. ആ ജമന്തി കൊള്ളായിരുന്നില്ലേ, അത് 70 രൂപ. അത് കൊള്ളാം, പക്ഷെ അത് പിടിക്കുമെന്നാ പേടി. ഇപ്പൊ ആൾറെഡി ചെടിയായി, ഉള്ള ചെടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളതിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഉള്ളതിൽ ഇനി പുതിയത് ഉണ്ടാക്കാനാ. മൃഗയുടെ കൈ പോയപ്പോ കരച്ചിന് മാറി കൈസ്. കരഞ്ഞു കണ്ട് കണ്ണൊക്കെ കണ്ട് ചുവന്നിരിക്കുന്ന, ഉറങ്ങാൻ നേരത്ത് ഭയങ്കര നിർബന്ധം. ഇപ്പം ഇത് നമ്മൾ വാങ്ങിച്ച ചെടിയല്ലേ, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ നല്ല റേറ്റ് ആവും കേട്ടോ. ചേട്ടാ ഇതെന്തോല 240, 280, നമ്മള് 100 രൂപയ്ക്കല്ലായിരുന്നു. പുറത്തുനിന്ന് സാധനം അകത്ത് വന്നപ്പോ വില കൂടിയത്. നമ്മള് 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ് 280. സെയിം സാധനം ഊട്ടിന്ന് വാങ്ങിച്ചത്, നമ്മൾ വാങ്ങിച്ച 50 രൂപയ്ക്ക്. 180 എഴുതിച്ചിട്ടുണ്ട്, 180 രൂപ. നമ്മൾ ഈ ചെടി 50 രൂപയ്ക്ക് വാങ്ങിച്ചു കൂട്ടിയിരുന്നു. പ്ലാസ്റ്റിക് അല്ല അമ്മ, അത് ഒറിജിനൽ അമ്മ. ഞെക്കിട്ട് ഞെങ്ങ കൊള്ളുന്നില്ല മൃദുലേ. ഓളോ അത് സെറ്റില്ലേ, അടിപൊളി ഗൈസ്. നീല താമര പോലെ ചെയ്ത് വെച്ചിരിക്കുന്നവര്. മൃദുലേ ഇതൊരെണ്ണം വാങ്ങിച്ചാലോ കൊള്ളണം? ഒരെണ്ണം വാങ്ങിച്ചാ എത്രയാണെന്ന് ചോദിച്ചു നോക്ക്. സൂര്യകാന്തിക്ക് എത്രയായിരിക്കും പറയാം. അമ്മ കണ്ണ് വെച്ച് നാളെ അത് മൊത്തം നോക്ക്, എത്ര മുട്ട നോക്ക് മൃദുലേ. നാളെ വരുമ്പോ ഒരെണ്ണ ഇവിടെ കാണത്തില്ല. ഞാൻ പോയി സൂര്യകാന്തിയുടെ വില ചോദിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ വെച്ച പിടിക്കോ? നല്ല ചൂടത്ത് ഓക്കെയാണോ? ഇത് മദർ പ്ലാന്റാ. ഇത് എത്ര റേറ്റ് എത്രയാ? ഒരു സൂര്യകാന്തിക്ക് 300 കേട്ടോ. ചേട്ടൻ പറയുന്നത് പിടിക്കുമെന്നാണ്. എത്ര രൂപ ആയിരിക്കും? 300. നീ കേട്ടായിരുന്നില്ലേ? എത്ര രൂപ ആയിരിക്കും? 500 രൂപ. അമ്മ എത്ര രൂപ ആയിരിക്കും? സൂര്യകാന്തിക്ക് എത്ര രൂപ ആയിരിക്കും? 300 രൂപ. ചേട്ടൻ പറയണോ കൊണ്ടുവച്ച പിടിക്കുമെന്നാ? നമ്മളെ ക്ലൈമറ്റ് ഇത് തമിഴ്നാട്ടിലല്ലേ ഇത് പിടിക്കണേ? സുന്ദരവാണ്ടിപുരത്തല്ലേ ഇത്? ഊട്ടിന്ന് വാങ്ങിച്ചത്. ഊട്ടിന്ന് വാങ്ങിച്ചേ. ഇതൊക്കെ എത്ര റേറ്റ്? 250.
ഇതൊക്കെ വെച്ച സെറ്റ് അല്ലേ? അടിപൊളി. ഇതെത്ര റേറ്റ്? 30,000. അതിന്റെ ആ റൂട്ടിന്റെ കനം കണ്ട ഗായ്സ്. ഇത് എത്രയാണെന്നറിയോ? ഇത് 60,000. 60K 6 അതിന് എഴുതിയിട്ടുണ്ട്. ഇത് 30, ഇത് 60. പറഞ്ഞ പോലെ പണ്ട് വല്ല ഇങ്ങനത്തെ ചെടി വെച്ചാൽ കേട്ടോ. ഇത് 50 കേട്ടോ. ഇത് 50. കളർഫുൾ ആണല്ലോ, എല്ലാം ഉണ്ടല്ലോ, പെറ്റ്സും ചെടിയും. ഈ സാധനത്തിന്റെ വലിയ നമ്മുടെ മേത്ത് കയറിയത് അത് എലിയല്ല, എലിയാണ്. ബോൾ പൈത്തറാ. ഇത് പെറ്റ്സായിട്ട് നമുക്ക് വളർത്തുന്ന ലീഗലാണോ? കുഴപ്പമില്ല. ഇത് കടിച്ചാലൊന്നുമില്ല. അച്ഛന്റെ വീട്ടിലുണ്ടല്ലോ രാജഗോപാൽ. എന്നെ പിടിച്ചോ രാജഗോപാൽ. എന്നെ പിടിച്ചോ. 4 വയസ്സ്. ഹാംസ്റ്റർ ആട്ടോ, എലിക്കുട്ടി. ഇതിന് 800 രൂപയാണ് എന്തോ സംതിങ് ആണ് വില ഗൈസ്. അയ്യോ നോക്കി, ഇച്ചിരിയേ ഉള്ളു. നോക്ക്, നമ്മളെ വീട്ടിലൊക്കെ ചുമ്മാ എലിയെ കൊടുക്കാന്ന് പറയാം. ഇതെന്ത് തിന്നായിട്ടേക്കാണോ? 4 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ ഹാംസ്റ്ററൊക്കെ. എന്തിനാ ഇതിന്? ഇതിന് 18,000 രൂപയാണ് ഗൈസ്. ഈ ചെറിയ ഒന്നിന്. ഗ്ലൈഡർ അണ്ണാൻ. ഓഹോ. ഇത് സെയിലിന് വെച്ച് എത്ര? ഇത് 17,000 രൂപ ഒരെണ്ണാന്. വേണോ? അണ്ണാനെ വളർത്താൻ വേണോ? 17,000 രൂപ. ചെറിയ അമ്മക്ക് പാമ്പിനെ കണ്ടപ്പോഴേ അമ്മ നാളത്തെ ഒരു തെമ്മണ എല്ലാ അണ്ണാനെ പിടിച്ചു കൊടുത്താൽ അമ്മ പൈസ തരും. നാട്ടിൽ കിടക്കുന്ന അണ്ണാൻ, എലി, ഈ സാധനത്തിനൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി, ഒരു പൈസ തരും. അയ്യോ, അണ്ണാനൊക്കെ ഇത്രയും വില ഉണ്ടായിരുന്നു എങ്കിൽ നാളെ നോക്കിയോ. നാളെ ഒരു ചാക്ക് എടുക്കുക, ഇറങ്ങുക, അണ്ണാനെ പിടിക്കുക. അത്രേ ഉള്ളു പരിപാടി. എനിക്ക് പേടി. അവിടെ എന്തോ ബാക്കി ഗുസ്തി കിടക്കുന്നത്. എന്താ ഇനി പറ. ഇതിലെ അച്ഛൻ മാളി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സ്പ്രേ ഒക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, അവിടെ പോവുക. ആദ്യം അച്ഛൻ അത്തർ വാങ്ങുക, ദേഹം മൊത്തം അടിക്കുക. അതൊരു ഫോബിയ. ഇനി ആരെങ്കിലും അത്തർ കടക്കാർ അച്ഛനെ കാണുന്നെങ്കിൽ അത്തർ കൊടുക്കരുത്. വാങ്ങാനല്ല, ചുമ്മാ അടിക്കാൻ. പുറത്തുനിന്ന് നടന്നു വരുന്ന വേർപ്പിന്റെ വാടകയില്ലേ, ഇവിടെ ഒരു പെരട്ട് വരട്ടെ, വേറെ സാധനം. പിന്നെ പല ഐറ്റം സാധനം മൊത്തം പെരട്ട് രീതിയാക്കി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഡെമോയ്ക്ക് വെച്ചേക്കുന്ന സാധനങ്ങളാ. അത് അടിപൊളി സാധനമായിരിക്കും, അറിയാവോ? പോവുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റ ബൈ. സിനിമയൊക്കെ ഉണ്ട്. പുഷ്പ ഇപ്പോഴാണ് കാണുന്നത്. പുഷ്പ എങ്ങനെ ഉണ്ടായിരുന്നു? പാതി ക്ലൈമാക്സ് ഫഹദ് ഫാസിലിന്റെ സീന് മുമ്പേ ഉറങ്ങിപ്പോയി. ഇത് ലാസ്റ്റ് തീർന്നാണ് പടം. ഇറങ്ങും. ബുക്ക് വായിച്ച് ഉറങ്ങുന്നതൊക്കെ സിനിമ എന്നേലും ഓട്ടിക്കോ, നീ ഡ്രൈവ് ചെയ്യോ എന്നെങ്കിലും. അങ്ങനൊന്നും പോത്തില്ല. ഡ്രൈവ് ചെയ്യോ നീ? അതെന്തൊരു ചോദ്യാ. ഞാൻ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഏട്ടനാ ഉത്തരവാദി. ഞാൻ ഡ്രൈവ് ചെയ്യണം. ഉടനെ മുതൽ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അവര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചാലും അവരാകുമ്പോൾ റൂട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ. അതിൻ്റെ ഒരു പ്രോപ്പർ രീതി. ഒരു വണ്ടി ഓടിക്കുന്നതിൽ ഡ്രൈവിംഗ് മാത്രം പോരല്ലോ, റോഡിലെ റൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം അവരായിരിക്കും കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അവിടെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്താലേ കറക്റ്റ് അതൊക്കെ പറയത്തുള്ളൂ. അപ്പം പോവല്ലേ? കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ ആ വണ്ടി കൊണ്ട് പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് തന്നെ താങ്ങാൻ വയ്യ. ഇതിനെ പ്രസവിച്ച് വളർത്തി ഇത്രയും വർഷമായിട്ട് 24 വർഷമായിട്ട് ഇപ്പം കൊടുക്കുമ്പോ അപ്പൊ അച്ഛനും അമ്മയും ഉണ്ടാകുന്നതായിരിക്കും സംഭവം. അത് പിന്നെ വിഷമമുണ്ടല്ലോ. അച്ഛനും അമ്മയും വരുമ്പോ മക്കൾക്ക് വിഷമമില്ല, അച്ഛനമ്മമാർക്ക് മാത്രമേ വിഷമമുള്ളൂ. വിഷമം എന്ന് പറയുന്ന ഒരു സാധനം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ധൈര്യം എനിക്ക് മേളില്ല, അതിക്ക് മേളില്ലാതെ പറഞ്ഞൊരു വാക്കുണ്ട്. ആ കാര്യമാണ്. രണ്ടുപേരും കൂടി ട്രിപ്പൊക്കെ അടി. തെങ്കാശി, പിന്നെ ഹിമാലയം, അങ്ങനെ ഞങ്ങള് ലോങ് ഡ്രൈവ് രണ്ടുപേരും കൂടി. അപ്പൊ ജേണി രാത്രി യാത്രയില്ല. അത് ആ സെറ്റിന്റെ റിമോട്ടാണ് ഇട്ടുന്നത്. ചെറിയൊരു ചിരി വന്നിട്ടൊക്കെ പോയി.
ബൈ ബൈ. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവരും പോയപ്പോൾ വീട് ഒഴിഞ്ഞു പോരാട്ടോ. ഇത്രയും നേരം ഉറങ്ങുമല്ലായിരുന്നു? വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ടാ. ബോംബെയിൽ ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും വന്ന് ഇപ്പം എല്ലാരും പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.